Alight Motion, CapCut. ഈ രണ്ട് ആപ്ലിക്കേഷനും അല്ലെങ്കിൽ രണ്ട് വീഡിയോ എഡിറ്ററും ഇവരിൽ ആരാണ് കിടിലം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ് ഒരു അലൈറ്റ് മോഷൻ ഫാനായിരുന്ന അല്ലെങ്കിൽ അലൈറ്റ് മോഷൻ മാത്രം വെച്ച് എഡിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലിരുന്ന ഒരാൾ പെട്ടെന്ന് CapCutലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ഇതിന് മാത്രം CapCutനകത്ത് എന്താണുള്ളത് അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇതിൽ ആരാണ് ക്യാമണെന്ന് നമുക്ക് ഇന്നറിയാം. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ Anshad N Nizar. ലെറ്റ്സ് ഇൻട്രോ. ആദ്യമേ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ അലൈറ്റ് മോഷനിലെ എഡിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് CapCutലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇതിലും മാത്രം എന്താണ് CapCutനകത്ത് ഇരിക്കുന്നത്? ആദ്യം തന്നെ ഞാൻ ആദ്യമൊക്കെ CapCut എടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ തന്നെയാണ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞത്. കാരണം എനിക്കത് എന്താ പറയുക, ആ സമയത്ത് ഈ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഇങ്ങനെ എന്താ പറയുക, ഇത്രയും ബുദ്ധിമുട്ടി ഉപയോഗിക്കേണ്ട കാരണം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഏതോ ഒരു നിമിഷത്തിലാണ് ഞാനത് വീണ്ടും എടുത്തത്. അതിനകത്ത് സ്ലോ മോഷൻ നമുക്ക് സ്മൂത്തായിട്ട് സ്ലോ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് നോർമൽ സ്ലോ ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് കുറച്ചാൾ ഉപയോഗിച്ചു. അപ്പോഴാണ് എനിക്ക് അലൈറ്റ് മോഷനകത്ത് ഞാനൊരു 2 മണിക്കൂറൊക്കെ ഈ കുത്തിയിരുന്ന് ട്രാൻസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുത്ത് ഒരു ഈ ലാഗും ഒക്കെ സഹിച്ച് ടോട്ടലി ആ വീഡിയോയിലോട്ടുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് ഈ ചെയ്യുന്ന വർക്ക്, അതായത് ഈ ട്രാൻസിഷൻ്റെ കീ ആഡ് ചെയ്യുന്നതിലും മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകാൻ തുടങ്ങി. അതായത് വീഡിയോ ഫ്രെയിമിൽ കാണുന്നത് എങ്ങനെയാണെന്ന് പോലും ചിന്തിക്കാതെ ഇവിടെ താഴെ കീ ഫ്രെയിമിനകത്ത് സെറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഭയങ്കര മിനുക്കുപടി നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അത് പ്രിവ്യൂവിലെത്തുമ്പം പല രീതിയിലായിരിക്കും. ലാഗ് ആയതുകൊണ്ട് നമുക്ക് ആ പ്രിവ്യൂ കറക്റ്റ് കാണാനും പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ മനസ്സ് മടുക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ വന്നപ്പോഴാണ് എന്തുകൊണ്ട് CapCutൽ തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ള രീതിയിൽ ഞാനത് ഓപ്പൺ ചെയ്ത് VPN യൂസ് ചെയ്ത് നോക്കി. VPN യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കിടന്നത്. അതിലെ എഫക്ട്സ്. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നോർമലി മറ്റ് ചൈനീസ് ആപ്പിൽ കാണുന്ന പോലത്തെ എഫക്ട്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. ബട്ട് എൻ്റെ പൊന്നു മക്കളെ, അടിപൊളി എഫക്ട്സ് എന്ന് വെച്ചാൽ നല്ല ഡിറ്റോ, നല്ല റിയാലിറ്റി ഉള്ള സാധനങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. എല്ലാത്തിനും നല്ല ലൈഫുണ്ട്. മീൻസ് അതിനകത്തുള്ള ഏതൊരു എഫക്റ്റ് ഇട്ടാലും അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇത് ജസ്റ്റ് ഒരു പ്രീസെറ്റ് ആണെന്ന് തോന്നത്തേ ഇല്ല. പ്രത്യേകിച്ച് ഹെയ്സ് ഫ്ലെയർ, അതുപോലെ തന്നെ ബ്ലറ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഷെയ്ക്ക്, ഇതെല്ലാം നമുക്ക് മാനുവലി അതിനകത്ത് സ്ലൈഡർ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഷെയ്ക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അലൈറ്റ് മോഷനിൽ ഒരു ക്ലിപ്പിൽ നമ്മൾ ചെയ്ത ഷെയ്ക്ക് അതേപോലെ കോപ്പി ചെയ്ത് മറ്റൊരു ക്ലിപ്പ് ഇടുമ്പോൾ ആ ക്ലിപ്പിനകത്ത് ചിലപ്പം ആ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമോ അനുസരിച്ച് ഈ ഒരു ഷെയ്ക്കിൻ്റെ ആവുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഫീൽ ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. എനിക്ക് കുറേ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയൊരു അലൈറ്റ് മോഷൻ എഡിറ്റർ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ അലൈറ്റ് മോഷനിലാണ് എൻ്റെ മിക്ക സ്റ്റാറ്റസ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ സഹിതം ഞാൻ ചെയ്യുന്ന എല്ലാം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിലും വലിയ എഡിറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഷെയ്ക്ക് അങ്ങനെ കോപ്പി ചെയ്തിടുമ്പോൾ ആ ഡി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ എടുത്ത് ഇതിലൊരു എഫക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ലെയറായിട്ട് വെക്കാൻ പറ്റും. അത് എത്ര ലെയറിൽ എന്താ പറയുക, എത്ര ലെയറിലേക്ക് വേണോ അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എത്ര അളവിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. വിൻറ്റേജ് റെട്രോ സാധനങ്ങൾ എനിക്ക് കൂടുതലും ഇഷ്ടമാണ്. ആ റെട്രോ, നമ്മളെ ഫിലിം ഗ്ലിച്ച്, അങ്ങനെ ഒരുപാട് എഫക്ട്സുകളുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലൈറ്റ് മോഷനകത്താണെങ്കിൽ നമ്മൾ ഓവർലേസ് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് ബ്ലെൻഡിങ് ഇടുമ്പോൾ തന്നെ പിന്നെ ഒരു 2 മണിക്കൂർ എടുക്കും അത് പ്രിവ്യൂ ആയി കാണിച്ചൊക്കെ വരാം അല്ലേ. പക്ഷേ അതിലൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഇഷ്ടം കൂടുതൽ തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് തന്നെ ഒരു എഫക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കുറയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ റെട്രോ, ലൈറ്റ് ലീക്സ് അങ്ങനെ തുടങ്ങി എല്ലാം ഉണ്ട്. ചവറ് പോലെ സാധനങ്ങളുണ്ട്. പക്ഷേ എല്ലാം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ട്രാക്കിങ്. ഓ മൈ ഗോഡ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് അടിച്ചെന്ന് വയ്ക്കും. ആ ഒരു ടെക്സ്റ്റ് അടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ കൈ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിന് ട്രാക്ക് ആവും കേട്ടോ. പെട്ടെന്ന് 100 കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കൈ അനുസരിച്ച് ടെക്സ്റ്റ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. അടിപൊളി എന്ന് വെച്ചാൽ പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും പറയാനില്ല. സത്യം പറയാൻ എനിക്ക് എൻ്റെ എഡിറ്റിംഗ് വർക്ക് ഫ്ലോ തന്നെ ഏറ്റവും ഈസിയായി. മറ്റേതെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്ത് എഡിറ്റ് ചെയ്യും. അതിനനുസരിച്ച് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം കാണാൻ അത്രയും ടൈം ഇരുന്ന് വർക്ക് ചെയ്യല്ലേ. പ്രത്യേകിച്ച് ഒരു ചെറിയ ഡിസ്പ്ലേയിലാണ് നോക്കി ചെയ്യുന്നത്.
പല ഫോണുകളിലും അത് ഇതാവത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അലൈറ്റ് മോഷൻ കൊള്ളില്ല എന്നല്ല ഒരിക്കലും പറയുന്നത്. ഇപ്പോൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. യൂസിങ്ങിലാണ് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ കുറെ കൂടി ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് എൻ്റെ യൂസിൽ എനിക്ക് ഇതാണ് CapCut ആണ് തോന്നിയത് കേട്ടോ. പക്ഷേ VPN നമ്മൾ യൂസ് ചെയ്യണം എഫക്ട്സ് എടുക്കാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് നോർമലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എനിവേ അതുകൊണ്ടാണ് ഞാൻ CapCutലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അലൈറ്റ് മോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ തന്നെ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും നിങ്ങൾക്ക് PC-യിലേക്ക് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ CapCutനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ അതിൻ്റെ വരുള്ളൂ. ഇതെങ്ങനെയാണ് കീ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അലൈറ്റ് മോഷൻ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുന്നെങ്കിലും അലൈറ്റ് മോഷനെ കൊടുക്കുകയുള്ളൂ. കാരണം അതൊരു മാനുവൽ ആപ്ലിക്കേഷനാണ്. അത് കൂടുതലും ക്രിയേറ്റിവിറ്റിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ടായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ക്രിയേറ്റിവിറ്റിക്കാണ് ഫുൾ മാർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന CapCut എന്നുകൊണ്ട് എനിക്ക് കുറെ കൂടി ടൈം പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്, PC-യിൽ ചെയ്തുകൊണ്ടിരുന്നതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അലൈറ്റ് മോഷൻ വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാഗ് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൈൻഡിന് വേണ്ടിയുള്ള ഒരു സംഭവം, അതൊന്നും സത്യം പറഞ്ഞാൽ പോകും ഇങ്ങനെ ലാഗാവുന്ന സമയത്ത്. അപ്പോൾ എനിവേ എന്തായാലും ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ചാനൽ ഡെഡായി കിടക്കുകയാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി നമ്മൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ഇടും. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്തരത്തിലുള്ള കണ്ടന്റാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഏതുതരം കണ്ടന്റാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ഇടിവെട്ട് വീഡിയോയുമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക.